ശ്രീരാഗ ഒരു ബ്രാൻഡ് ലോഞ്ച് ചെയ്യാൻ വേണ്ടി വെറും സിംഗിൾ സ്റ്റോർ ഓപ്പൺ ആക്കുക. എന്നിട്ട് അതിന് ചെലവഴിച്ചതിൻ്റെ 3 ഇരട്ടിയിലധികം തുക മാർക്കറ്റിംഗ് ക്യാമ്പയിനിങ്ങിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരു ബ്രാൻഡ് ഉണ്ട്. ഇറ്റ്സ് മെൻ. അനീഷയുടെ ഇന്ന് രാവിലെ ഞാൻ ഓഫീസിലേക്ക് വരുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുള്ളൂ, നമ്മുടെ അരയത്തുപാലം ഇങ്ങനെ പാസ് ചെയ്യുന്ന സമയത്ത് ഒരു വലിയൊരു ഹോർഡിങ്സ് സിമെന്റിന്റെ അവിടെ ഏകദേശം ഇങ്ങനെ ഒരു ഹോർഡിങ്സ് വെക്കണമെങ്കിൽ അത്യാവശ്യം നല്ല എമൗണ്ട് അറിയണം. അപ്പം ഒരുപാട് സ്ഥലത്ത് ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഇവർ ഭയങ്കര അഗ്രസീവ് ആയിട്ട് തന്നെ മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു ഫോക്കോ മോഡൽ അല്ലെങ്കിൽ ഫ്രാഞ്ചൈസി ഓൺഡ് മോഡൽ ഒരു ബിസിനസ് എക്സ്പാൻഷൻ ആയിരിക്കും ശരിക്കും മെന്റിന്റെ ടീം ഉദ്ദേശിക്കുന്നത്. കാരണം ഈ ഹൈലൈറ്റ് മാളിൽ 1000 സ്ക്വയർ ഫീറ്റിന്റെ ഒരു സ്റ്റോർ തുടങ്ങാൻ ഉപയോഗിച്ചിട്ടുള്ള എമൗണ്ടിന്റെ 3 ഇരട്ടി തുക ഇവർ ക്യാമ്പയിൻ ഉപയോഗിച്ചിട്ടുണ്ട്. ശരിക്കും അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ബ്രാൻഡ് പൊസിഷനിങ് ആണ്. കാരണം ഹൈലൈറ്റ് മാളിലല്ലാണ്ട് വേറെ എവിടെ വേണമെങ്കിലും അവർക്ക് ആ ഒരു സ്റ്റോർ തുടങ്ങായിരുന്നു. പക്ഷെ അത്രയും ആളുകൾ കൂടിച്ചേരുന്ന ആ ഒരു സ്ഥലത്ത് ഹൈലൈറ്റ് മാൾ പോലെ ഒരു സ്ഥലത്ത് തങ്ങളുടെ ബ്രാൻഡ് തുടങ്ങണം എന്നുള്ള രീതിയിലുള്ള ഒരു പൊസിഷനിങ് സ്ട്രാറ്റജി ആദ്യം ഈ ടീമിനുണ്ടായിരുന്നു. അതെ, ഒരു ലോങ് വിഷൻ ആൻഡ് മിഷനുള്ള ഒരു കമ്പനി ആയിട്ട് എനിക്ക് ഇവരെ തോന്നിയിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്തിട്ട് 3 മാസം എങ്ങനെ ആയിട്ടുള്ളൂ. അതിനിടയിൽ ഞാൻ 1-2 തവണ അവിടെ പോയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ മെയിൻ റീസൺ ബജറ്റ് ഫ്രണ്ട്ലി തന്നെയാണ്. 150 to 1000 റേഞ്ചിലൊക്കെ നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് എനിക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്.